ബിഗ് ബോസിൽ വിളിച്ചാൽ പോകോ എന്നുള്ളത്. ഇൻഷാല്ലാ കല്യാണത്തിൻ്റെ അപ്ഡേഷൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. ബിഗ് ബോസിൽ വിളിച്ചാൽ പോകോ എന്നുള്ളത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്തായിരിക്കും അങ്ങനെ സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല. കാരണം ഞാൻ എന്താ പറയുക, ഒരു 1 വീക്ക് മുന്നേ എൻ്റെ പോസ്റ്റ് ഞാൻ അമ്മാൻ്റെ ഫോൺ നോക്കിയിട്ടാട്ടോ വായിക്കുന്നത്. എൻ്റെ പോസ്റ്റിന് നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനുള്ളത് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കമൻറ്റൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഒരു Q&A ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, കുറച്ച് ഡൗട്ട്സുകളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പം ആ ഒരു വീഡിയോ ആണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ വാച്ച്, അല്ലെങ്കിൽ യു ക്യാൻ സ്കിപ്പ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് പോവുക. പിന്നെ ഞാൻ നിർബന്ധിച്ച് എന്ത് തേങ്ങാത്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നോട് പറഞ്ഞു വരരുത് പ്ലീസ് കേസ്. എനിക്ക് ഞാൻ കൂടെ തകാൻ വയ്യ. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ, കുറേ പേര് കല്യാണം എപ്പോഴാണ് കല്യാണത്തെ നമ്മൾ ലൈവിൽ വന്ന് പറഞ്ഞ സമയത്ത് ഞാനും കൂടെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിൽ. അപ്പം എന്താ പറയുക, കുറേ പേര് ചോദിച്ചു എന്നാണ് നമ്മളുടെ വെഡ്ഡിങ്ങിൻ്റെ ഡേറ്റ് എന്നാണെന്നുള്ളത്. പക്ഷെ നമ്മളിപ്പോഴും റിവീലാക്കിയിട്ടില്ല. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമേ എൻ്റെ അന്നത്തെ ഡേറ്റ് അറിയത്തുള്ളൂ. അപ്പം അത് ഞാൻ എന്തായാലും ഇൻഷാല്ലാ കല്യാണത്തിൻ്റെ അപ്ഡേഷൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇതിനെപ്പറ്റി പറയാം, കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ, അതായത് കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പം എൻ്റെ പേര് പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. എൻ്റെ പേര് ദിൽബിന്ദിയ എന്നാണ്. ഞാൻ മലപ്പുറമാണ്. ഇപ്പം ഞാൻ കറൻ്റ്ലി ലൊക്കേറ്റ് ചെയ്യുന്നത് കാലിക്കറ്റാണ്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കാലിക്കറ്റാണ്. ബിക്കോസ് ഐ എം എ ഏവിയേഷൻ സ്റ്റുഡൻറ്റ്. ഞാൻ ഏവിയേഷൻ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാലിക്കറ്റ്. അപ്പം ഞാൻ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. PG എടുത്തിട്ട് അങ്ങനെ സ്റ്റേ ചെയ്യാണ്. ബിക്കോസ് നമുക്ക് ട്രാവൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നത്. വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ആണ് ഞാൻ ഇപ്പോൾ വീട്ടിൽ വരുന്നത് ഇവിടെ സ്റ്റേ ചെയ്യാനും. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഒരു 50 ഡേയ്സ് ആയിട്ട് ഞാനിപ്പോൾ ഉള്ളത് ലീവിലാണ്. ഒന്നുമില്ല, കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് കാര്യങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഞാനിവിടെ ഉള്ളത്. പിന്നെ എനിക്ക് ഉമ്മ അപ്പ ആൻഡ് 2 ബ്രദേഴ്സ്, ഒരു താത്ത മാരീഡാണ്, ആൾ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫാമിലി. ആൻഡ് ഞങ്ങൾ എന്താ പറയുക, അത്രേ ഉള്ളൂ. പിന്നെ ഐ എം 20 years old. ഞാൻ 20 വയസ്സായി. പിന്നെന്താ, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്, കമ്മിറ്റഡ് ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ഒരു സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തേക്ക് കടക്കാം. ക്വസ്റ്റ്യനാണ് ഇത്. പാത്തു ഹാനി എന്ന് പറഞ്ഞ ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത്താക്ക് എവിടെ സെറ്റിൽഡ് ആവാനാണ് ഇഷ്ടം? ആക്ച്വലി എടാ, എനിക്ക് സെറ്റിൽഡ് ആവാൻ അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്ക് മേ ബി ഇൻഷാല്ലാ പറ്റുകയാണെങ്കിൽ പുറത്ത് പോയി സെറ്റിൽ ആവാൻ തന്നെയാണ് ഇഷ്ടം. ലൈക്ക് ദുബായ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ പോയിട്ട് സെറ്റിൽ ആവാനാണ് ഇഷ്ടം. പക്ഷേ ഫ്യൂച്ചർ പറയാൻ നമ്മൾ ആരുമല്ല, എന്താണെന്നോളം പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ ഞാൻ നാട്ടിൽ തന്നെ ആയി പോവാം. മേ ബി കല്യാണമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ തന്നെ ആയിപ്പോവാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തോട്ട് പോവാം. അതൊക്കെ പഠിച്ചോ വിധിച്ച പോലെ നടക്കട്ടെ. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു താല്പര്യം എന്ന് പറയുന്നത് പുറത്ത് പോയി സെറ്റിൽ ആവാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആ കുട്ടി തന്നെ ചോദിച്ചത് ഇത്താടെ ഹോബി. സത്യം പറയാലോ, എനിക്ക് അങ്ങനെ നല്ല ഹോബി ഒന്നുമില്ല. ഞാൻ നല്ലോണം പാട്ട് ലിസൺ ചെയ്യും. എനിക്ക് മ്യൂസിക് കേൾക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ കോണ്ടൻറ് ക്രിയേറ്റിംഗ് അതന്നെ, വീഡിയോ എടുക്കുക, ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക, അതന്നെ. അല്ലാതെ എനിക്ക് അങ്ങനെ ഹോബി ഒന്നുമില്ല. പിന്നെ ഉറങ്ങുക, പിന്നെ കോമൺ ആണല്ലോ. നെക്സ്റ്റ്, ഫേവറേറ്റ് കളർ. എനിക്കങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറൊന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് കളേഴ്സിനോട് ഇഷ്ടമാണ്. ലൈക്ക് എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് മീൻസ് ഒരു ലൈറ്റ് കളേഴ്സിനോട്, അതായത് ഭയങ്കരമായിട്ട് കുത്തുന്ന കളേഴ്സ് എന്ന് വെച്ചിട്ട് വേറെ ഞാൻ ഇഷ്ടമാണെന്നല്ല, പക്ഷെ കാണാൻ ഇഷ്ടമാണ്. നല്ല നല്ല റാണി പിങ്ക് ബാഗ്, അതുപോലെ തന്നെ നല്ല ഗ്രീൻ ബാഗ്, അങ്ങനത്തെ ഒക്കെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അസ്തറ്റിക് ആയിട്ടുള്ള കളേഴ്സും ഇഷ്ടമാണ്. പിന്നെ ഫേവറേറ്റ് മ്യൂസിക് അതങ്ങനെയൊന്നുമില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ ഫാൻ എടുത്തേ, അതങ്ങനെയൊന്നുമില്ല ഗൈസ്. കാരണം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബിക്കോസ് ഇപ്പോഴത്തെ മൂവി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല നല്ല പാട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. എനിക്കിപ്പോൾ ഇഷ്ടമുള്ളത് മെഹബൂബ എന്ന് പറഞ്ഞ ആ പാട്ട് ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ നമ്മളെ കാന്താരത്തെ സോങ് ഉണ്ടല്ലോ, മൻമോഹിനി എന്നിട്ട്, ആ പാട്ട് ഇഷ്ടം കേട്ടോ. പിന്നെ മലപ്പുറത്ത് സ്ഥിരമായി നിൽക്കാത്തത് എന്തേ? പഠിത്തം കഴിഞ്ഞില്ലേ? ജോബ് നോക്കോ അതോ കോണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് പോവോ? അപ്പോൾ
മലപ്പുറത്ത് സ്ഥിരമായിട്ട് നിൽക്കാത്ത എന്നാ ചോദിച്ചാൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോടാണ്. അപ്പം എനിക്ക് ട്രാവൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പോവുള്ളൂ. പിന്നെ ഇൻ കേസ് കല്യാണം കഴിഞ്ഞാൽ മേ ബി നമ്മൾ വർക്ക് നോക്കുന്നുണ്ടല്ലോ, ഏവിയേഷൻ ഫീൽഡ് ആയതുകൊണ്ട് ഏത് എയർലൈനിൻ്റെ കീഴിലാണ് അല്ലെങ്കിൽ ഏത് എയർപോർട്ടിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൊച്ചി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എവിടെയാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഞാൻ ഷിഫ്റ്റ് ആവും. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വീട്ടിൽ തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന് വീട്ടിൽ തന്നെ ആയിപ്പോയാലോ. അപ്പം അത്ര. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, അൻഷി എവിടെയാണ് വർക്ക്? അൻഷി ഇവൻറ്റിൻ്റെ വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. ബെല്ല വെഡിങ്സ് എന്നാണ് ഇവൻറ്റിൻ്റെ പേര്. അതിൽ അൻഷി വർക്ക് ചെയ്യാണ് കറൻലി. അൻഷി ഇപ്പോൾ അതാണ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് വന്ന 2-3 ക്വസ്റ്റ്യൻസ് ആണ് ഗായ്സ്. ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമോ എന്നുള്ളത്. എനിക്ക് ഇഷ്ടമാണ് ബിഗ് ബോസ് പോകാൻ. ബിക്കോസ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഡ്രീമാണ് പോകാൻ വേണ്ടിയിട്ട്. ഡ്രീം മീൻസ് ഒരു ഫാൻറ്റസി ഒക്കെ തിങ്ക് ചെയ്യുന്ന പോലെയാണ് ഞാൻ തിങ്ക് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു അവസരം ഇൻഷാല്ല വരികയാണെങ്കിൽ ഉറപ്പായിട്ടും പോകും. പക്ഷെ നമ്മളെപ്പോലത്തെ, അതായത് നമ്മളെക്കാട്ടിയും കുറച്ചും കൂടെ ഹൈപ്പിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും അവർ സെലക്ട് ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു അവസരം എനിക്ക് വരും എന്നുള്ളത്. ഇൻഷാല്ല വരികയാണെങ്കിൽ എന്തായാലും ഞാൻ പോകും അപ്പത്തതനുസരിച്ചിട്ട്. പക്ഷെ കിട്ടുമോ? അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ലടാ. വേറെ എത്രയോ ഫേമസ് ആയ ആൾക്കാരുണ്ട്. ഓക്കെ. പിന്നെ അടുത്തത്, സ്മൈൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞ് ബ്രഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എടാ ഞാൻ സ്മൈൽ കറക്ഷൻ ചെയ്ത് ഇപ്പോൾ ഒരു 1 year ആയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റത്തെ 2 ദിവസം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരു പുളിപ്പുണ്ടാവും. പിന്നെ അങ്ങോട്ട് ശീലമായി. പിന്നെ ഇപ്പോൾ ഒരു കുഴപ്പമില്ലടാ. ഞാനിപ്പോഴും ചിരിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, എല്ലാം പീസ് കടിച്ച് വലിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ബിക്കോസ് ആ ഹോസ്പിറ്റലിലത്തെ വർക്ക് അത്രയും അടിപൊളിയാണ്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറേ പേര് ചോദിച്ചതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ആളുടെ സെക്കൻഡ് മാരേജ് ആണോ എന്ന് ചോദിച്ചിട്ട്, അതേ ആളുടെ സെക്കൻഡ് മാരേജ് ആണ്. അപ്പം അത്രയും ഞാൻ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. ബിക്കോസ് അതൊക്കെ ആളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അത് ഓൾ ലൈവ് ആക്കിയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ ഞാനിതും പറയില്ല. അവളെ സെക്കൻഡ് മാരേജ് ആണ്. പിന്നെ ഓക്കുള്ള ബേബി ഇല്ലേ എന്നാണ് ചോദിച്ചത്. അതേ ഓക്കൊരു ബേബി ഉണ്ട്. 3 പേരും ഹാപ്പിയാണ്. ഇപ്പോൾ അവൾ ഫ്യൂച്ചറിൽ ഭയങ്കര ഹാപ്പിയാണ്. സോ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ല. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, ഹിഷാന എന്ന് പറഞ്ഞൊരു കുട്ടി ചോദിച്ചതാണ്, അൻഷിൻ്റെ വീട്ടുകാരെ പറ്റി പറയുമോയെന്ന്. അൻഷിൻ്റെ വീട്ടുകാരെ പറ്റി പറയുമോ ചോദിച്ചാൽ ഞാനെന്താ പറയുക, അങ്ങനല്ല ഗൈസ്. സ്റ്റാർട്ടിങ് നമ്മൾ നല്ല പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നേറ്റ് പ്രശ്നമൊന്നുമില്ല. അറിയാമല്ലോ, ലവ് ആകുമ്പം അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റാർട്ടിങ് അവൾ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. അവിടുത്തെ ഉമ്മാനായിട്ടൊക്കെ ഞാൻ നല്ല കമ്പനിയാണ്. പിന്നെ 2 പെങ്ങന്മാരുണ്ട്. അവരായിട്ടൊക്കെ ഞാൻ ഭയങ്കര വൈബിലാണ് പോകുന്നത്. അൽഹംദുലില്ലാ ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇനി മരിക്കോളും കുഴപ്പമൊന്നുമില്ല, എന്ത് ഇരിക്കട്ടെ. സെറ്റാണ് എന്തായാലും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെ വീട്ടിലത്തെ പോലെ ആവില്ലല്ലോ. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കങ്ങനെ പറയാനില്ല. ഇതുവരെയുള്ളതൊക്കെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകണം, ഒരു കുഴപ്പമില്ല. നേരത്തെ ബാബുവിൻ്റെ ജോബ്, ഇത് കുറേ പേര് ചോദിച്ചിരിക്കുന്നത് ബാബുവിൻ്റെ ജോബ് എന്താണെന്നുള്ളത്. ആക്ച്വലി ബാബു കറൻലി ഇപ്പോൾ ജോലിയൊന്നും ചെയ്യുന്നില്ല. കാരണം അവർ ഇൻഫ്ലുവൻസേഴ്സാണ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ അവർക്കിപ്പോൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാ പഠിച്ചോ വിധിച്ചിട്ട്. കാരണം ഒരു വീഡിയോ ഇട്ടാൽ തന്നെ അവർക്ക് 50-25K ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പുറത്ത് നമ്മളൊരു കൂലിപ്പണി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ രാവിലെ ടു വൈകുന്നേരം വരെ അധ്വാനിച്ച് ഇതാക്കുന്ന പൈസ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പുറത്ത് പോയി ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ 2 പേരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സായിട്ട് നടക്കുകയാണ്. സോ ഓൾക്ക് ജീവിക്കാനുള്ളതും ഓൾക്ക് എന്താ പറയുക കഴിയാനുള്ളതും അതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാ സോഷ്യൽ മീഡിയ ഒക്കെ ഒരു കാലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പം അന്ന് അങ്ങനെ നോക്കാമെന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, ഇത്താടെ ഇൻസ്പിറേഷൻ എന്താണെന്നുള്ളത്. ആക്ച്വലി എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. ബിക്കോസ് എൻ്റെ അമ്മ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ വളർത്തിയത്. ആൻഡ് ഗൈസ്, എൻ്റെ അമ്മേനെ ഞങ്ങളെ 4 മക്കളെയും നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. അപ്പം
ഒരിക്കലും ഉമ്മാൻ്റെ പോലത്തെ ഒരു ലൈഫ് ആവരുത് എന്നുണ്ട്. കാരണം എൻ്റെ അമ്മ എപ്പോഴും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞങ്ങളെ നോക്കുന്നത്. അപ്പം എന്താ പറയുക, ഉമ്മാൻ്റെ പോലത്തെ ഒരു ലൈഫ് ഞങ്ങൾക്ക് കിട്ടരുത് എന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് സെറ്റിലായിട്ട് വേണം ഉമ്മാനെ നല്ല രീതിക്ക്, ഉമ്മാനെ പനി നല്ലൊരു രീതിക്ക് നിർത്താൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. ബിക്കോസ് ഉമ്മാൻ്റെ ലൈഫ് ഞാൻ കണ്ടതുകൊണ്ടാണല്ലോ ഞാനങ്ങനെ ഇമോഷനാവാത്ത. ഓക്കെ, ഉമ്മാൻ്റെ ലൈഫ് ഞാൻ കണ്ടതുകൊണ്ടാണല്ലോ എനിക്ക് ആ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ ഒരിക്കലും അതുപോലെ ആവരുത് എന്നുള്ള ഒരു രീതിയിലുണ്ടായിരുന്നു. പിന്നെ ഇൻഷാ അള്ളാ പറ്റുകയാണെങ്കിൽ ജോലി മേടിച്ചിട്ടേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ളൊരു തീരുമാനമുണ്ട്. മേ ബി പഠിച്ചോ വിധിച്ച് നടക്കുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ. പിന്നെ കല്യാണം എന്നാന്ന് കുറേ കുട്ടികൾ ചോദിക്കേണ്ട കേസ്. കല്യാണം ഞാൻ പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്വാളിഫിക്കേഷൻ എന്താ, ഡിഗ്രി ഉണ്ടോയെന്ന്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഫാർമസി ഡിപ്ലോമ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഏവിയേഷൻ ഡിപ്ലോമ എടുത്ത് പോയത്. എനിക്ക് ഡിഗ്രി ഇല്ല കേട്ടോ, ഞാൻ +2 ആണ്. സോ അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഏവിയേഷൻ പഠിക്കുമ്പോൾ നോസ് പിയേഴ്സിങ് പറ്റുമെന്നാണ്. ഞാൻ മൂക്കുത്തിയിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ തീർത്തു. ബിക്കോസ് എൻ്റെ ചെക്കനിക്ക് ഇഷ്ടമല്ല, എൻ്റെ ചെക്കനിക്ക് അത് ഇഷ്ടമല്ല, നോസ് പിങ് ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം എനിക്ക് വേണ്ടി ഒഴിവാക്കുമോ ചോദിച്ചു. അപ്പം ഞാനത് ഒഴിവാക്കി. കാരണം മൂപ്പർക്ക് അത് കാണുമ്പോൾ എന്തോ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ, അപ്പോൾ എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി. പിന്നെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ ഞാനത് അങ്ങോട്ട് ഒഴിവാക്കി. പക്ഷേ എനിക്കിഷ്ടമായിരുന്നു കുത്താൻ. ഇൻഷാ അള്ളാ ആളെ സമ്മതത്തോടു കൂടി ഞാൻ കുറച്ച് കഴിയുമ്പോൾ കുത്തും. അപ്പം ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പറ്റുമെന്ന് ചോദിച്ചാൽ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ നമ്മൾ വർക്കിന് കയറിയിട്ട് ഏത് എയർലൈനാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ റൂൾസ് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ, മാറ്റേണ്ടി വരും. അതാണ്. പിന്നെ ഒരു കുട്ടി ചോദിച്ചതാണ് ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ കാര്യം, അതായത് ഏറ്റവും വലിയ ലെസൺ എന്താണെന്നുള്ളത്. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു തെണ്ടികളെ നമ്പാൻ പാടില്ല. ഒരു തെണ്ടികളെ നമ്മൾ ഇഷ്ടപ്പെട്ട് കൂടെ നിർത്താൻ പാടില്ല. കാരണം എല്ലാവരും ഒരുപോലെ ആവില്ല, മനസ്സിലായോ? നമ്മളങ്ങനെ അങ്ങോട്ട് കാണുന്നതും ആളിങ്ങോട്ട് കാണുന്നതും അങ്ങനെ ആവില്ല. ഞാൻ ആരും ഉദ്ദേശിച്ചല്ല പറയുന്നത്, ബട്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട്. നമ്മളെ വെറുതെ യൂസ് ചെയ്യുന്ന ആൾക്കാർ, നമ്മളെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മാത്രം നോക്കി നമ്മളെ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ മേ ബി അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു സ്പേസിലാണ് നമ്മളുണ്ട് എന്നുള്ളത് എന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിലും എന്താണെങ്കിലും നമുക്ക് സ്പേസ് ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്കിപ്പ് അടിച്ച് പോരാ. ബിക്കോസ് നമ്മളെ സെൽഫിന് തന്നെ നമുക്കൊരു റെസ്പെക്റ്റ് ഇല്ലാണ്ടായി പോടാ. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ച കാര്യമാണ്. സോ എനിക്ക് ആ ഒരു സംഭവം വേണ്ട എന്ന് വെച്ചു. ഞാനതെൻ്റെ ലൈഫിൽ നിന്ന് ആ ഒരു ബന്ധം തന്നെ എടുത്തൊഴിവാക്കി. ബിക്കോസ് അതാണ് നല്ലത്. നമ്മളെ ടോക്സിക് പീപ്പിൾസിനെ നമ്മൾ എടുത്തൊഴിവാക്കുക, നെഗറ്റീവ് പീപ്പിൾസിനെ നമ്മൾ എടുത്തൊഴിവാക്കുക. ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മളെ ലൈഫിൽ ഭയങ്കര സമാധാനം ഉണ്ടാവും. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, നമ്മൾ എന്താ പറയുക, നമുക്കൊരു ഡൗൺ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആരും ഉണ്ടാവില്ല നമ്മളെ കൂടെ. നമ്മൾ വിചാരിക്കുന്ന ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ചങ്കാണ് അല്ലെങ്കിൽ അത്രയും വലിയ പാർട്ട്ണറാണെന്ന് പറഞ്ഞാലും, ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല കേട്ടോ പറയുന്നത്. ഞാൻ ഒന്ന് കമൻറ്റ് ഇടല്ലേ. അത്ര വലിയ ചങ്ക്സ് ആണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അത്ര വലിയ പാർട്ട്നേഴ്സാണ്, അത്ര വലിയ ഫാമിലീസ് ആണെന്ന് പറഞ്ഞാലും ആരും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരെക്കാരം നമ്മളെ കൈ പിടിച്ച് മേലോട്ട് ഉയർത്താനുണ്ടാവുക. അപ്പം ഇപ്പം എനിക്ക് എന്താ പറയുക, എനിക്കിപ്പോൾ ഫ്രണ്ട്സിനായാലും ആരാ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയാണ്. സോ എനിക്ക് വളരെ ചുരുങ്ങിയ ഒരു ഫ്രണ്ട് സർക്കിളാണ് ഉള്ളത്. ഞാൻ ഭയങ്കര ചൂസ് ചെയ്തിട്ടാണ് ഓലെ എടുക്കുന്നത്. ഒരു 4-5 ആൾക്കാരെ ഉണ്ടാവുള്ളൂ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ. സോ അവരോട് എനിക്ക് എന്തും പറയാം, അവർക്ക് ഞാൻ എന്താണോ അതറിയാം. ആൻഡ് ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു 4-5 ഫ്രണ്ട്സേ എനിക്കുള്ളൂ. എന്ത് കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടാവും. ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിലും ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവും. അതാണ് ഫ്രണ്ട്സ്. അതാണ് ഒരു ഫ്രണ്ടിന് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ടോക്സിക് പീപ്പിൾസിനെ നമ്മളെടുത്ത് ഒഴിവാക്കി വിടുക പോലെ വൈക്ക് പോട്ടെ, എന്തിനാ നമ്മൾ വെറുതെ, ഒരു കാര്യമില്ല. അത്രേ ഉള്ളൂ. ആൻഡ് ഗായ്സ്, ക്വസ്റ്റ്യൻസ് ഞാൻ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് കല്യാണത്തിനെ പറ്റി പറയാനാണെങ്കിൽ, നമ്മളുടെ കല്യാണം 2 മാസത്തിൻ്റെ ഉള്ളിൽ ഇൻഷാ അള്ളാ പഠിച്ചോ വിധിക്കുകയാണെങ്കിൽ ഉണ്ടാവണമായിരിക്കാം. ആൻഡ് ഡേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല.
ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ച വേറൊരു കാര്യമാണ് നമ്മൾ നല്ല മൊമെൻറ്റ്സ് ഒന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടരുത് എന്ന്. പക്ഷേ കോണ്ടൻറ് ക്രിയേറ്ററായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അത് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാതും നമ്മൾ ഇടേണ്ട, അതായത് കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇടേണ്ടി വരും. പക്ഷേ ഇത് കുറച്ച് പേഴ്സണൽ മാറ്റർ ആയതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഇടുന്നില്ല. ടൈം ആവട്ടെ എന്നിട്ടിടാം ഇൻഷാ അല്ലാ. എന്തായാലും ഇപ്പോൾ അടുത്തുണ്ടാവും. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന നമ്മളെ ലവ് സ്റ്റോറിക്ക് ഇൻഷാ അല്ലാ നമ്മൾ കല്യാണത്തിന് ശേഷം പറയുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ആൻഡ് പിന്നെ ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നമ്മൾ 200K ആവാനായി. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇപ്പം എന്താ, പിന്നെ ഇപ്പം അത്രേ ഉള്ളൂ. ഇതിനെപ്പറ്റി കുറച്ചൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം പിന്നെ സ്കിൻ കെയറിൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല ഗൈസ്. എൻ്റെ സ്കിൻ ഉണ്ടില്ലേ, എപ്പോഴെങ്കിലുമൊക്കെ മോയ്സ്ചറൈസർ. ഞാൻ എപ്പോഴും റെഗുലറായിട്ട് സ്കിൻ കെയർ ചെയ്യൂല. എനിക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പം ഞാൻ ചിലപ്പോൾ ഒന്ന് മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഇടും, അതുതന്നെ ചെയ്യുള്ളൂ. കാര്യമായിട്ടൊന്നും ചെയ്യൂല. പക്ഷേ ഇനി സ്കിൻ കെയർ ഒക്കെ തുടങ്ങണം. ബിക്കോസ് നമ്മളെ ഫീൽഡ് ഏവിയേഷനാണ്. അപ്പം സ്കിന്നും ഇതൊക്കെ മസ്റ്റായിട്ട് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂടാ. തെറ്റാ, ബായ്.